السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عظم في علم الله صلاة دائمة بدوام ملك الله. ഏറ്റവും സ്നേഹവും ബഹുമാനം ആദരവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. നമുക്ക് എവിടെയും ജീവിക്കുമ്പോൾ നമുക്കൊരു തണലുണ്ടായിരിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുകയാണ്. നല്ല ചൂടുണ്ടെങ്കിൽ ചൂടത്ത് നിൽക്കാൻ ആരും ആഗ്രഹിക്കുകയില്ല. ശരീരം ഹാനികരമാകുന്ന ഒരു വിഷയത്തിലേക്ക് നമ്മൾ ചൂടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല തണുപ്പ് ഉണ്ടാകണം. അപ്പോൾ ചില വീട്ടിൽ AC ഉണ്ടാകും, ചില വീട്ടിൽ ഫാൻ, വീട്ടിലൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ കൊടക് ജില്ലയിലായിരിക്കും, അപ്പോൾ അവിടെ ഫാൻ ഇല്ലെങ്കിലും തണുപ്പുണ്ടാകും. ചിലപ്പോൾ മടിക്കേരി ഭാഗത്തൊക്കെ ഇരിക്കട്ടെ, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ തണുപ്പ് ആവശ്യത്തിന് മനുഷ്യന്മാർക്ക് വേണ്ടി വരും. എന്നാൽ നമുക്ക് മഅ്ശറത്തെത്തുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ ഇല്ലല്ലാത്ത തണലല്ലാത്ത വേറൊരു തണൽ ഒരാൾക്ക് കിട്ടുമോ? അവിടെ വേണ്ട തണൽ 7 ആളുകൾക്ക് അള്ളാഹു തആല നൽകിയിട്ടുള്ള തണലുണ്ട്. അവിടെ 7 ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ തണലാകുന്ന തണൽ അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. അതാരാണ് 7 വാക്കാർ നമ്മൾ അറിയണം. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم قال رسول الله. ഒപ്പരത്തൊട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയാണ്, സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, ഇമാമുൻ ആദിലുൻ വശാബുൻ നശാ ഫീ ബാത്തില്ലാ വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസ്ജിദ് ഇദാ ഖറജ മിൻഹു ഹത്താ യഊദ ഇലൈഹി വറജുലാനി തഹാബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി ورجل ذكر الله خاليا ففاضت عيناه ورجل دعته امرأة ذات حسب وجمال فقال إني أخاف الله ورجل تصدق بصدقة فأخفاها حتى لا تعلم شماله ما تنفق يمينه. ബുഖാരിയുടെ ഹദീസാണ്. അല്ലാഹു റസൂൽ പറയാണ്, അവിടെ അള്ളാഹുവിൻ്റെ തണലല്ലാത്ത വേറെ ഒരു തണലും ഒരാൾക്കും അള്ളാഹു ഇട്ട് കൊടുക്കാത്തൊരു ദിവസമുണ്ട്. അന്ന് അള്ളാഹു തആല തണലിട്ട് കൊടുക്കുന്ന 7 ആളുകൾക്ക് അള്ളാഹുവിൻ്റെ തണൽ അവിടെ ഇട്ട് കൊടുക്കും. മാഷാ, അവരാരാണ്? അതിൽ പെട്ടതാണ് ഒന്നാമത്തത്. അതാണ് അള്ളാഹുവിൻ്റെ ഇല്ലല്ലാത്ത തണലില്ലാത്ത വേറെ തണലില്ല. അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അതിൽ ഒന്ന് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ആളായിരിക്കണം. നേതാവൊക്കെ പറഞ്ഞ നീതിമാനായിരിക്കണം. നാം ഒരാളെ നേതാവാക്കുമ്പോൾ അവൻ എന്താവണം? അവൻ്റെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാത്തിലും നീതിമാനായിരിക്കണം. അവനൊരു ഇൽമ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഒരു മസ്അല പറഞ്ഞു കൊടുക്കുമ്പോൾ അവനിക്കറിയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നീതിമാനായിരിക്കണം. ഫാസിക്കും തമ്മാടി മുനാഫിക്കും ഒന്നും നീതിമാനാവില്ലല്ലോ. അപ്പോൾ നീതിമാനായ നേതാവ്, ഭരണാധികാരി എന്താവട്ടെ നീതിമാനായ ആളായിരിക്കണം ഏതൊരാളും. ഒന്ന് ഇമാം, നീതിമാനായ ആൾ, നേതാവ്. നീതിമാനില്ലാത്ത നേതാവായി കഴിഞ്ഞാൽ പിന്നെ അവൻ പറഞ്ഞ അണികൾ കേൾക്കേണ്ടി വരും. അവൻ പേച്ചാൽ പിന്നെ ഇവരും പേക്കും. അപ്പോൾ വളരെ ജാഗ്രതയാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ ഇമാമുൻ ആദിൽ, നീതിമാനായ നേതാവ്, നീതിമാനായ ഭരണാധികാരി. രണ്ടാമത്തെ വശാബുൻ നശാ ഫീ ബാത്തില്ലാ, അവൻ വളർന്നു തന്നെ അള്ളാഹുവിൻ്റെ ആരാധനയിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലൂടെ വളർന്ന യുവാവ്. അവൻ എന്ന് നോക്കുമ്പോൾ നിസ്കരിക്കണം, നോമ്പ് നോക്കണം, സകാത്ത് കൊടുക്കണം, എല്ലാം അള്ളാഹുമായിട്ടുള്ള ബന്ധം, ഭൗതികമായിട്ടുള്ള ചിന്തയല്ല. അവനക്ക് എപ്പോൾ നോക്കുമ്പോൾ അള്ളാഹിനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതം. അങ്ങനെ വളർന്നു വന്ന യുവാവ്. നിസ്കരിക്കുന്ന സമയം നിസ്കരിക്കണം, നോമ്പിൻ്റെ കാലം നോമ്പ് നോക്കണം, ഹജ്ജിന് പോകുമ്പോൾ ഇപ്പോൾ ഹജ്ജിന് പോകണം ഒക്കെ പറയുന്നത്. അങ്ങനെ നീതിമാനായും അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചു വളർന്ന യുവാവ്. അതാണ് രണ്ടാമത്തത്. ഷാബുൻ നശാ ഫീ ബാത്തില്ലാ, അല്ലാഹുവിൻ്റെ ആരാധനയിൽ വളർന്നു വന്ന യുവാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ രണ്ടാമത്തത്. മൂന്നാമത്തെ റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസ്ജിദ്, അവൻ
ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയവുമായി കൽവുമായി അല്ലെങ്കിൽ ബന്ധപ്പെട്ട പള്ളിയുമായിട്ടാണ്. അവൻ എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇതാ ഖറജ മിൻഹു ഹത്താ യഊദ ഇലൈഹി. പള്ളിയിലേക്ക് പോകുന്നു മടങ്ങുന്നു വരെ അവന് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഓടി പള്ളി തന്നെ അവർക്ക് ഏടൊപ്പം എന്തോ ഒരിക്കലും പള്ളിയിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. അത് വലിയതാണല്ലോ. അപ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതാണ് മൂന്നാമത്തെ ആള്. അവരെപ്പവും അവൻ്റെ മാനസികമായിട്ടുള്ള ബന്ധം എപ്പോൾ നോക്കിയാൽ പള്ളി. അവനേത് മാനസിക ബന്ധം വന്ന് നോക്കുമ്പോൾ അവൻ്റെ ഒറ്റ ഒരു ബന്ധമായിട്ട് കാണുന്ന പള്ളിയാണ്. അങ്ങനെയുള്ള മനുഷ്യൻ അവർക്ക് അല്ലാഹു തആല തണലിട്ട് കൊടുക്കുക തന്നെ ചെയ്യും. പിന്നെ ആരാണ്? അവൻ അള്ളാഹുവിൻ്റെ വിഷയം രണ്ടാളും അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടി ഇഷ്ടം വെക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടി എന്താണ് അവൻ ദേഷ്യം വെക്കുകയും ചെയ്യുന്ന ആള്. ഒരാളിപ്പോൾ കള്ളു കുടിക്കുന്നവൻ്റെ കൂട്ടുകാരനാണ്, കള്ളു കുടിക്കുന്നുണ്ട്. അപ്പോൾ കള്ളു കുടിക്കണ്ടാൽ വളരെ തെറ്റാണ്. എന്തുകൊണ്ടാണ് അവർ പറയാൻ കാരണം? അത് അള്ളാഹുമായിട്ടുള്ള ഇഷ്ടം വെച്ചുകൊണ്ടാണ് പറയുന്നത്. അതാണ്. അപ്പം അള്ളാഹുമായിട്ടുള്ള ഇഷ്ടം വെക്കുകയും രണ്ടാളും അള്ളാഹുമായി ഇഷ്ടം വെക്കുന്ന എന്തെങ്കിലും കണ്ടാൽ അതിനെ ദേഷ്യം വെക്കുകയും ചെയ്യുന്ന ആൾ. ഇപ്പോൾ കള്ളു കുടിക്കുമ്പോൾ പറയുന്നത് കള്ളു കുടിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? അത് അള്ളാഹുമായിട്ടുള്ള ആ സ്നേഹം കൊണ്ടല്ലേ ഓനോട് പറയുന്നത് കള്ളു കുടിക്കാൻ പാടില്ല, ശിക്ഷ കിട്ടും. അപ്പോൾ അള്ളാഹുമായിട്ട് രണ്ടാളെ പരസ്പരം സ്നേഹം വെക്കുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടി ഇതാക്കുന്നു, ദേഷ്യം വെക്കുകയും ചെയ്യുന്നു. അതാണ് രണ്ടാൾ. അപ്പം ഇത്രയായി. അപ്പം നാലാമത്തെ ആളെ. അഞ്ചാമത്തെ അവരെപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണുനീരുറ്റുന്ന ആളുകൾ. അത് വലിയ വിഷയമാണ്. നമ്മളെപ്പോഴും ദ്വാരിക്കും, കൂട്ടദ്വാരക്ക് എത്രയാ ചില ഉസ്താദുമാരും ചില ആളുകളൊക്കെ വന്ന ദ്വാരക്കെന്ന കാണാൻ നഊദുബില്ല. സമയത്തിൻ്റെ വില അറിയാത്ത, സമയം നോക്കാതെ എത്രയോ ദ്വാരക്കുന്ന മണിക്കൂറുകൾ ദ്വാരക്കുന്ന ചില ആളുകളുണ്ട്. സാധാരണക്കാരായാലും ആലിമീങ്ങായാലും അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവർത്തനം ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ദുആ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വേദനിപ്പിക്കുന്നത് ഉണ്ടാകാൻ പാടില്ല. എല്ലാം എത്രയും പറഞ്ഞോ കൈ പിടിച്ചുകൊണ്ട് ദ്വാരക്കാൻ വേണ്ടി പുറമെ എത്രയും നേരം പിടിക്കുന്ന ചില സ്ഥലത്തൊക്കെ ഉണ്ടാകും. അള്ളാഹു കാക്കട്ടെ, നമ്മളാരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കണം. അപ്പം എന്താണ്? അവൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സ്വന്തമായി കണ്ണെന്ന് വെള്ളം വിറ്റുകൊണ്ട് ദ്വാരിക്കുമ്പോൾ അവിടെ വലിയ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരിയുന്ന ആളുകളുണ്ടാവും. പഠിച്ചോനെ എൻ്റെ വിഷമങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ ഞാൻ ചെയ്തു പോയ കണ്ണെന്ന് വെള്ളം വിറ്റിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് അള്ളാഹുവിൻ്റെ നെല്ല് കിട്ടുമെന്നറിയും. അപ്പോൾ ഈ ഖയാസ് ഉണ്ടാകും. അള്ളാഹുവിനെ പേടി വരും. ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ദ്വാരക്കുക, അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അവർക്ക് അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗത്തിൽ അവൻ്റെ കണ്ണെന്ന് വെള്ളം വെച്ചുകൊണ്ടുള്ള ദുആ അവിടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരിയുന്നവർക്ക് കിട്ടുക തന്നെ ചെയ്യും. പിന്നെ റജലുൻ ദഅതു ഇംറാത്തുൻ ദാതു ഹസ്ബിൻ വജമാലിൻ. ഒരു പെണ്ണ് ക്ഷണിക്കുകയാണ്, നല്ല ഭംഗിയുള്ളൊരു പെണ്ണാ. ആ പെണ്ണ് ഒറ്റ ഇവിടെ ഞാൻ ഒറ്റക്കേ ഉള്ളൂ, ഇങ്ങോട്ട് വേഗം വരി, ഫോൺ വിളിച്ചിട്ടോ അല്ലാണ്ടോ നിങ്ങൾ വേഗം വാ, ഞാൻ ഒറ്റക്കാണ്, വേഗം വാ എന്ന് ഒരു ചെറുപ്പക്കാരനെ ഒരു യുവാവിനെ വിളിക്കുമ്പോൾ, ഈ നല്ല സുന്ദരിയായി കാണാൻ ഭംഗിയുള്ളൊരു പെണ്ണാണ് വിളിക്കുന്നത്. വിളിക്കുമ്പോൾ ഏതൊരുത്തനും അങ്ങനെ വിളിക്കുമ്പോൾ ആരുമില്ലാതെ അവർ പോകുമല്ലോ. ഈ കാലഘട്ടം അങ്ങനെയാണല്ലോ, അത് പതിച്ചു പോയ കാലഘട്ടമാണ്. വിളിക്കുമ്പോഴേക്ക് പോയി കഴിയും. എന്നാൽ അങ്ങനെ പോകുമ്പോഴേക്ക് ഇവൻ പറയാണ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടും, ഞാൻ വരുന്നില്ല, ഞങ്ങൾക്ക് അള്ളാഹിനെ പേടിയുണ്ട് മോളെ. മോൾ വിളിക്കണം, വാ, ഇവിടെ ആരുമില്ല, എൻ്റെ വീട്ടിൽ ഒറ്റക്കാ, ഇങ്ങോട്ട് വരീൻ. ഇവൻ പറയുന്നു, ഞാൻ വരും, ഞങ്ങൾക്ക് അള്ളാഹുവിനെ പേടിയുണ്ട്. അവർക്ക് ഈ അർശിൻ്റെ തണൽ കിട്ടുക തന്നെ ചെയ്യും. അതാണ് പെണ്ണ് വിളിക്കുമ്പോൾ ഇവൻ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് പോകാത്തവൻ. ഫഖാല ഇന്നീ അഖാഫുല്ലാഹ്, അവൻ പറയാണ്, ഞങ്ങൾക്ക് അള്ളാഹിനെ പേടിയാണ് മോളെ, ഞാൻ വരുന്നില്ല, എനിക്ക് വേണ്ട. അതാണ് ഒരു പെണ്ണ് വിജയത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ഇന്നീ അഖാഫുല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അവർക്ക് അർശിൻ്റെ തണൽ കിട്ടും. പിന്നെ റജുലുൻ തസദ്ദഖ ബിസദഖ ചെയ്യുന്നു. ആ സദഖ അവൻ ചെയ്യുന്നത് ഇടത് കൈ അറിയാത്തവൻ അവന്റെ വലഭാഗം അവൻ ചെയ്യുന്ന പ്രവർത്തനം കൊടുക്കുന്നത് ഇടഭാഗം അറിയാത്തവർക്കുള്ള സദഖ. ഇതൊക്കെ ബുഖാരിയിൽ പറഞ്ഞതാണ്, നീണ്ട ചരിത്രമാണ്, ഒരുപാട് പറയാനുണ്ട് അതിനെ പറ്റി. അപ്പോൾ കൊടുക്കുന്നത് ഇടഭാഗം, ഒളിഭാഗം കൊടുക്കുന്ന ഇടഭാഗം അറിയാത്തവർക്കുള്ള സദഖ, അവർക്കൊക്കെ അർശിന്റെ തണൽ കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ 7 ആൾ ഇമാം ആദിലാവണം. പിന്നെ അവൻ വളർന്നു വന്നത് അള്ളാഹുവിൻ്റെ താഴത്തിലായി വളർന്ന യുവാവ്. പിന്നെന്താണ്? പിന്നെ പറയുന്നു, പിന്നെ അവർ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആള്. പിന്നെ അവർ രണ്ടാളും പരസ്പരം സ്നേഹിക്കുകയും അതുപോലെ അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നാണ് ദേഷ്യം വെക്കുകയും ചെയ്യുന്ന ആള്. പിന്നെ ഒരു പുരുഷനെ ഒരു സ്ത്രീ വിളിക്കുമ്പോൾ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയുന്നവനാണ്. അതുപോലെ തന്നെ സദഖ കൊടുക്കുന്നത്, വലഭാഗം കൊടുക്കുന്ന ഇടഭാഗം അറിയാത്ത ആൾ. ഇങ്ങനെ 7 വിഭാഗക്കാരെ സംബന്ധിച്ചാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്. അവർക്ക് അർശിൻ്റെ തണലല്ലാത്ത വേറൊന്നും അവിടെ ഇല്ലാതില്ല
അള്ളാഹുവിൻ്റെ തണൽ കിട്ടുന്ന ആളുകളാണ് ഈ സംബന്ധിച്ച് പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം. ഞാൻ 2-3 ദിവസമായി യൂട്യൂബിൽ വരാത്തത്. അള്ളാഹു താല യൂട്യൂബിൽ കാണുന്നവർക്ക് അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. ഇത് വലിയ വിഷയമാണ്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കണം. ചിലപ്പോൾ കുറച്ച് കൂടിയിട്ടെല്ലാം ഉണ്ടാകും. ഈ നല്ല വിഷയമാകുമ്പോൾ അങ്ങനെ ഉണ്ടാകും. നിങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. കേൾക്കുന്നവർ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി നോക്കണം. അള്ളാഹു നമ്മുടെ മൈസ് പൊരുത്തപ്പെട്ട മൈസാക്കി ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇവിടെ നാട്ടിൽ തന്നെ ഇവിടെ വലിയൊരു വാദ പരിപാടിയൊക്കെ ഇന്നും നാളെയൊക്കെ നടക്കുന്നുണ്ട്. അള്ളാഹു തആല അതൊക്കെ വിജയിപ്പിച്ച് തരുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.